real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കരുളായി ഉൾവനത്തിൽ അധിവസിക്കുന്ന ചോലനായ്ക്കരെ നേരിൽ കാണാൻ മല കയറിയെത്തിയ വനമന്ത്രി ഷിബു ബേബി ജോൺ. ചോലനായ്ക്കരുടെ സങ്കേതമായ കണ്ണിക്കൈയിലെത്തിയ മന്ത്രിക്ക് മുൻപിൽ ചോലനായ്ക്കർ കണ്ണിക്കൈ, പാണപ്പുഴ എന്നിവിടങ്ങളിൽ പാലം വേണമെന്നത് ഉൾപ്പെടെയുള്ള അവരുടെ ആവശ്യങ്ങൾ നിരത്തി. ചൂരലും മുളയും കയറും ഉപയോഗിച്ചുള്ള താൽക്കാലിക പാലങ്ങളിലൂടെയാണ് വർഷക്കാലത്ത് പുഴ മുറിച്ചു കടക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഇതേറെ സാഹസികത നിറഞ്ഞതാണ്. ഏത് സമയത്തും അപകടം സംഭവിക്കാം. കാലങ്ങളായി പാലം വേണമെന്നുള്ള തങ്ങളുടെ ആവശ്യം ആരും പരിഗണിക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു. മാഞ്ചേരി മുതൽ പാണപ്പുഴ വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചോലനായ്ക്കർക്ക് ആശുപത്രി, കുട്ടികളുടെ സ്കൂൾ തുടങ്ങി മറ്റാവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ രാത്രിയിൽ തങ്ങാൻ നാട്ടിലൊരു വീട് വേണമെന്ന ആവശ്യവും ഇവർ ഉയർത്തി. രാത്രിയിൽ കാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ 1.5 വർഷം മുൻപ് പൂച്ചപ്പാറ മണി ആനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവവും ഇവർ വിവരിച്ചു. 2024 11 ഫയർ വാച്ചർമാരുടെ 3 മാസത്തെ ശമ്പളം നൽകാത്ത കാര്യവും വനവിഭവങ്ങൾ VSS എടുക്കുന്നില്ല, ചോലനായ്ക്കരുടെ ഭൂമി പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളും ഇവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് കണ്ണിക്കൈയിലെ ചോലനായ്ക്കർ താമസിക്കുന്ന ആളെയും സന്ദർശിച്ചാണ് മന്ത്രി മടങ്ങിയത്. കണ്ണിക്കൈ, പൂച്ചപ്പാറ, മാഞ്ചേരി, കരിമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി 20ഓളം ചോലനായ്ക്കർ എത്തിയിരുന്നു. വിനോദ് മാഞ്ചേരി, വിനയൻ, പൂച്ചപ്പാറ അയ്യപ്പൻ, മണ്ണള ചെല്ലൻ, ചാത്തൻ തുടങ്ങിയവരാണ് പ്രശ്നങ്ങൾ മന്ത്രിയോട് അവതരിപ്പിച്ചത്. കണ്ണിക്കൈയിലെത്തിയ മന്ത്രിയെയും MLAയും ചോലനായ്ക്കർ നിർമ്മിച്ച കുട്ടകൾ നൽകി സ്വീകരിച്ചു. ആര്യാടൻ ഷൌക്കത്ത് MLA, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ, വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G കൃഷ്ണൻ, CCFമാരായ K വിജയാനന്ദൻ, K കാർത്തികേയൻ, ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൌത്ത് DFO G ധനിക് ലാൽ, നോർത്ത് DFO P ധനീഷ് കുമാർ തുടങ്ങിയവരും വിവിധ വകുപ്പ് പ്രതിനിധികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുളായി.